നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശരണ്യ ശശിധരൻ. ഇന്നത്തെ വാർത്തകൾ. ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പോൾട്രി കമ്പനികളിൽ ഒന്നായ സുഗുണ ഫുഡ്സ് ബീഹാറിൽ ലെയർ ചിക്കൻ ഫീഡ് ഇറക്കി. 18-19 ആഴ്ച മുതൽ ഏകദേശം 80ഓളം ആഴ്ചകൾ വരെ മുട്ടയിടാൻ കഴിയുന്ന ഒരു മികവ് ലെയർ കോഴികൾക്കുണ്ട്. കോഴിയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ നൽകാൻ തക്ക വിവിധയിനം കോഴിത്തീറ്റകൾ ഇവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആരോഗ്യത്തിനും കൃഷിക്കും പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു ജീവശാസ്ത്ര ഉൽപ്പന്ന കമ്പനിയായ ബെയർ കൃഷിക്ക് സഹായകരമാകുന്ന ഡ്രോണുകൾ വിന്യസിച്ചു. ചണ്ടിപ്പാറയിലെ സമ്മിശ്ര പരിപാലന കേന്ദ്രത്തിലാണ് ഇത് പരീക്ഷിച്ചത്. പരീക്ഷണശാലയിലും പാടങ്ങളിലും പരീക്ഷണങ്ങളും ട്രയലുകളും നടത്തി കർഷകർക്ക് ഡ്രോണുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കാൻ ബെയർ ഡ്രോൺ സ്റ്റാർട്ടപ്പായ ജനറൽ എയറോനോട്ടിക്സുമായി പങ്കാളിത്തത്തിലാകുകയും കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ധാരാളം വിവരങ്ങൾ അപഗ്രഥനം ചെയ്യുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും കൃഷി നശിച്ച പാടശേഖരങ്ങളിലെ നഷ്ടം വിലയിരുത്തുന്നതിനായി ഡ്രോൺ പരിശോധന നടത്തി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 502 ഏക്കർ വരുന്ന വെട്ടിക്കരി പൂന്തൂരം തെക്ക് പാടശേഖരങ്ങളിലാണ് ജില്ലയിൽ ആദ്യമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത്. 30% കൃഷി നശിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഏക്കറിന് 30,000 രൂപ വില വരെ ചെലവഴിച്ചാണ് കർഷകർ കൃഷി ഇറക്കിയത്. നഷ്ടം വിലയിരുത്തി 10 ദിവസത്തിനുള്ളിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കുടപ്പനക്കുന്ന് ബ്രോയിലർ ബ്രീഡർ ഫാമിലെ മുട്ട ഉൽപാദനം കഴിഞ്ഞതും ഏകദേശം 4.5 കിലോ ഭാരമുള്ളതുമായ 2000 പരം കോഴികളെ 25 മുതൽ സ്റ്റോക്ക് തീരുന്നതുവരെ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ വിൽക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. താൽപര്യമുള്ളവർ 0471 2478 585 9495 000 931 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. അനർട മുഖേന ഗാർഹിക ആവശ്യങ്ങൾക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ആരംഭിച്ച സൗര തേജസ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ ശേഷിയുള്ള പ്ലാന്റുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം. 2 മുതൽ 3 കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് 40% സബ്സിഡിയും 3 കിലോവാട്ടിന് മുകളിലുള്ളവർക്ക് 20% സബ്സിഡിയും ലഭിക്കും. രജിസ്ട്രേഷൻ മുൻഗണനാ ക്രമത്തിലാണ് സബ്സിഡി നൽകുക. കമുങ്ങ്, കറിവേപ്പ്, കുടംപുളി, ഗ്രാമ്പു, കുരുമുളക്, പൂച്ചെടികൾ എന്നിവയുടെ തൈകളും പച്ചക്കറി വിത്തുകൾ, ചിപ്പിക്കൂൺ വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ നിയന്ത്രണ ഉപാധികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയും വിൽപ്പനയ്ക്ക് തയ്യാറാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 0495 293585 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും ഒരു ദിവസം പ്രായമായ അത്യുൽപാദന ശേഷിയുള്ള ജാപ്പനീസ് കാടക്കുഞ്ഞുങ്ങൾ 8 രൂപ നിരക്കിൽ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0479 2452 277 9495805541 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ രൂപപ്പെട്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശ്രീലങ്ക, തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.